പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമുക്ക് 6ാം ക്ലാസ്സിൻ്റെ അറബിക്ക് ആനുവൽ എക്സാം വരികയാണ് അല്ലേ. അപ്പോൾ 6ാം ക്ലാസ് അറബി ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ചോദ്യം പേപ്പറാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ ആൻസർ കീയും മറ്റു കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ മക്കൾ നന്നായി വീഡിയോ കേൾക്കുക. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നുക്കമ്മലുൽ ജുമല ബിസ്തിഅമാൽ ഫേലുൽ മാദി മുനാസിബ മിനൽ ഖാന. ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഫേലുൽ മാദി പൂരിപ്പിച്ച് ഇവിടെ എഴുതുക എന്നുള്ളതാണ്. ഡാഷ് അൽവിടെ നല്ല ഇബു അവർ കളിച്ചു, ദഹബ അവർ രണ്ടുപേര് പോയി, അക്കല അവർ രണ്ടുപേര് തിന്നു, കത്തബ എഴുതി അവൻ എഴുതി, ദഹബ അവൻ പോയി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ഡാഷ് അൽ വലതു അദ്ദറസ് ഏതാ വരിക? ആ വിദ്യാർത്ഥി പാഠം എഴുതി, കുട്ടി പാഠം എഴുതി, ഒരാളേ ഉള്ളൂ അല്ലേ. അപ്പം നമുക്കിവിടെ കത്തബ എന്ന് കൊടുക്കാം, കത്തബ. ഹുമ അവർ രണ്ടുപേർ, അൽ അഷ രാത്രി ഭക്ഷണം, മാൻ ഒരുമിച്ച് കഴിച്ചു എന്നാണ് അല്ലേ. അപ്പോൾ ഏത് വരും? ഇവിടെ ഈ അക്കല എന്നുള്ളത് വരും. ഡാഷ് അത്വാലിബു ഇലൽ മദ്രസ വിദ്യാർത്ഥി സ്കൂളിലേക്ക് ഒരാളേ ഉള്ളൂ, പോയി എന്നാണ്. അപ്പം ദഹബ, ദഹബ ത്വാലിബു ഇലൽ മദ്രസ എന്ന് വരും. റിലുവാൻ വ ഫായിസ് റിലുവാനും ഫായിസും എന്താണ്? പോയി, രണ്ടുപേര് പോയി എന്നാണ് അല്ലേ. അപ്പം നമുക്ക് ദഹബ ഇലൽ മദ്രസ എന്ന് വരും. അടുത്തോ അൽ ഇഖ്വാൻ സഹോദരന്മാർ കുറേ പേരുണ്ട്. അൽ ഖുറ പന്ത് കൊണ്ട്, ലഇബു കുറേ പേരുള്ളതുകൊണ്ട് ലഇബ്. അപ്പോൾ നമ്മൾ ആ 3 ഫോം ശരിക്കും പഠിച്ചാലാണ് ഇതിൻ്റെ ഉത്തരം ചെയ്യുക. അപ്പോൾ ഇത് ഈ രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് മക്കൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇവിടെ നുക്കമ്മലുൽ ഖാന, ഈ ഇതിലുള്ള ഒഴിവുള്ള സ്ഥലങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ എന്താണ് അമ്രു ഫെയിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് ഈ രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മളൊരു മോഡലാണ് കാണിക്കുന്നത്. ജലസ യജ്ലിസു, ഇജ്ലിസ് ഇജ്ലിസു. അങ്ങനെയാണെങ്കിൽ ലഇബ യൽ അബു അല്ലേ. ലഇബ കളിച്ചു, ലൽ അബു കളിക്കുന്നു. അപ്പോൾ ഇൽ അബ് എങ്ങനെ വരും? ഇജ്ലിസ് പോലെ ഇൽ ഇവിടെ യാ കളഞ്ഞ് ഈ എന്നാവും, ഇൽ ആ ബ് എന്നാവും. ഇവിടെയോ ഇൽ ആ ബൂന്നാവും, ഇവിടെ വാവും അൽഫിട്ട് പോലെ വരും കേട്ടോ. യഖറഊന വായിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? ലഇബ യൽ അബു. അപ്പോൾ ഇവിടെ ലഇബയുടെ കൂടെ യാ കൂടിയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഖറഅ അല്ലേ. ഖറഅ യഖറഉ ഇഖ്റാ എങ്ങനെ വരും? ഇഖ്റാ ബിസ്മി റബ്ബിക നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇഖ്റാ എന്ന് വരും. ഇവിടെയോ ഇഖ്റാഊ എന്ന് വരും. ശരിയല്ലേ. അടുത്തതോ ഖാമ, ഇവിടെ നിന്ന് വരും? യഖൂമു മുളാരി. ഖും ഒരാൾ നിൽക്കും, നിൽക്കാൻ. ഖൂമു നിങ്ങൾ കുറേ പേര് നിൽക്കും. അതുപോലെ നാമ യനാമു, നം നം ഇവിടെ നാമു എന്ന് വരും. സ്വല്ല യുസല്ലി, സ്വല്ലി സല്ലൂ എന്ന് വരും. എങ്ങനെ വരും? സല്ലൂന്ന് വരും കേട്ടോ. അപ്പോൾ ഇതൊരു ഞാനിങ്ങനെ ഒരു മോഡൽ കാണിച്ചു എന്നുള്ളൂ. ഇതേപോലെ വേറെ രീതിയിൽ ഉദാഹരണം പറഞ്ഞാൽ യാ വലതു മോനെ ഡാഷ് ബ്രാക്കറ്റിൽ ജലസ എന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇജ്ലിസ് എഴുതി കൊടുക്കണം. കുറഞ്ഞ് വേറെ ഇജ്ലിസു എന്ന് എഴുതാൻ വേണ്ടിയിട്ട് യാ ഔലാദു കുട്ടികളെ ബ്രാക്കറ്റിൽ ജലസ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അമ്രാക്കിയിട്ട് ഇജ്ലിസു എന്ന് എഴുതി വെക്കണം കേട്ടോ. അങ്ങനെയും ചോദ്യങ്ങൾ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ ഇഖ്റഅൽ ഹിക്കായ ഓ മയ്യിസ് മിൻഹൻ നഅത്ത് വൽ മനഊത്ത്. പാരഗ്രാഫ് വായിച്ച് ഇതിലെ നഅത്ത് മനഊത്ത് കണ്ടെത്തി ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് യൗമിൻ ജമീലിൻ മനോഹരമായ ദിവസം. അതുപോലെയോ ഫി യൗമിൻ ജമീ മനോഹരമായ ദിവസം, സുർതു അന വ സ്വദീഖി ഞാനും എൻ്റെ കൂട്ടുകാരനും സന്ദർശിച്ചു, ഖറിയത്തൻ ഹാദി എൻ്റെ ശാന്തമായ ഒരു ഗ്രാമം. അപ്പോൾ ഖറിയത്തൻ മനൂത്ത്, ഹാദിയത്തൻ നഅത്ത്. അപ്പം മനൂത്ത് ഇവിടെ എഴുതണം, നഅത്ത് ഇവിടെ എഴുതണം കേട്ടോ. ഷാഹത്തു ഫിഹ ഞങ്ങളവിടെ കണ്ടു, നെഹ്റൻ ഹാദിയൻ ശാന്തമായ ഒരു നദി. ഇത് മനൂത്ത്, ഇത് നഅത്ത്. ബൈന തിലാലിൽ ഖദറ എവിടെ? പച്ചപ്പ് നിറഞ്ഞ
കുന്നുകൾക്കിടയിൽ കേട്ടോ. അപ്പോൾ അത്തിലാൽ മനോത്ത് ഖദറാവ് നായത്ത് കാന ഹുനാക്ക ത്വായിറുൻ സഗീറുൻ അവിടെ ഒരു ചെറിയൊരു കിളി. അപ്പോൾ ത്വായിറുൻ മനോത്ത് സഗീറുൻ നായത്ത് യുഅരിദു ബി സൗത്തിൻ അദിബിൻ അത് നല്ല മനോഹരമായ ശബ്ദത്തിൽ പാടുന്നു. അപ്പോൾ മനോഹരമായ ശബ്ദം അദിബിൻ നായത്ത് സൗത്ത് മനോത്ത് ഫൗക്ക മുകളിൽ എന്തിൻ്റെ മുകളിലിരുന്ന പാടുന്ന ഹുസ്നിൻ തൊവീൽ നീളമുള്ള കൊമ്പിൻ്റെ മുകളിൽ. അപ്പോൾ തൊവീൽ എന്ത് വരും? തൊവീൽ നായത്ത് ഹുസ്ന് മനോത്ത്. ഇസ്തംതഅന ഞങ്ങൾ ആസ്വദിച്ചു ബി മുഷാഹദത്തി കണ്ടുകൊണ്ട് അസ്സഹറത്തിൽ ഹംറാ ചുവന്ന പൂവ്. അപ്പോൾ അസ്സഹറത്ത് മനോത്ത് ഹംറാ നായത്ത്. ഫിൽ ഹദീഖത്തിൽ വാസിയ വിശാലമായ ഹദീഖത്തിൽ എന്താ പൂന്തോട്ടത്തിൽ. അപ്പോൾ ഹദീഖത്ത് മനോത്ത് വാസിയത്തിനകത്ത് കാനത്തിൽ ഹാദിഹിർ റിഹ്ല ഈ യാത്ര വാസിയത്തൻ വലുതായിരുന്നു അല്ലെങ്കിൽ മുംതിയാത്തൻ എന്നൊക്കെ പറയാം കേട്ടോ. ഇത് മുംതിയാത്തെന്ന് വായിക്കണേ, തെറ്റിപ്പോയതാണ്. അപ്പോൾ അത് ആ വാക്കുകൾ ഇവിടെ എഴുതിയ ഉത്തരമായി. ഇനി അക്മിൽ ഖാനാത്ത് ബിൽ കലിമാത്തിൽ മുനാസബ ഇവിടെ കുറേ ഇനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാചകങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഹദറവാത്ത് വൽ ഫവാക്കിഹ് പഴം പച്ചക്കറി, ലുഹൂമു വൽ അസ്മാക്ക് ഇറച്ചി മീനും, അൽബാനു വൽ ജുബിൻ പഴവും നെയ്യും, ഹൽവയാത്ത് വൽ മഖ്സൂബാത്ത് ബേക്കറി ഐറ്റംസ് മിഠായി, ബക്കാലാത്ത് എന്താണ് ഗ്രോസറി, മഷ്റൂബാത്ത് പാനീയങ്ങൾ. അപ്പോൾ ഓരോന്നും തിരിച്ചെഴുതണം. ബാമിയ പഴവും പച്ചക്കറി അല്ലേ, സുക്കർ പഞ്ചസാര ഇതിൽ പെടും ബക്കാല, ഐനബ് മുന്തിരി ഫ്രൂട്ട്സിൽ പെടും അല്ലേ, ആദ്യത്തേൽ പെടും. പിന്നെ കംഹ് ഗോതമ്പ് ബക്കാലിയിൽ പെടും. സൽമൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സാൽമൺ ഫിഷ് ഇല്ലേ, അപ്പോൾ ഇതിൽ പെടും. അല്ലഹൂമു അൽ അസ്മാക്ക്. തുഫാഹ പഴമാണ് അല്ലേ. പിന്നെ ലബനുനാണ് ലബനുൻ എന്താണ് മക്കളത് ലബനുനാണ് എന്താണ് പാല് അൽബാനിൽ പെടും അല്ലേ, അല്ലെങ്കിൽ തൈര് എന്നാണ്. ഷത്തീറ എന്ന് വെച്ചാൽ നമ്മളെ സാൻഡ്വിച്ചിനാണ് പറയുക ഷത്തീറ എന്ന്. അത് ഇതിൽ പെടും. ഖുബ്സ് മഖ്ബൂസിൽ പെടും. ഖല്ലുൻ റജീൽ കരിക്കിന് മഷ്റൂബാത്ത്. റുസ് ഏതാണ് ഗ്രോസറിയാണ് കേട്ടോ, അരി. ലഹ്മുദ് ദജാജ കോഴി, മൽഫൂഫ് ക്യാബേജ്, ഹലീബ് മുജഫഫ് മിൽക്ക് പൗഡർ കേട്ടോ. ഹലീബ് മുജഫഫ് മിൽക്ക് പൗഡർ അതായത് അതും അൽബാനിൽ പെടും അല്ലേ. പിന്നെ ഖുബ്സ് റൊട്ടി മഖ്ബൂസിൽ പെടും. ഖിർഷ് എന്ന് വെച്ചാൽ സ്രാവ് അതെന്തിൽ വരും ലുഹൂം അസ്മാക്കിൽ പെടും. ബാദിൻജാൻ എന്താണ് വഴുതനങ്ങ. ലഹമുല്ലൈൻ ചെമ്മരിയാടിൻ്റെ ഇറച്ചി. അസ്യൂർ മാഞ്ച മാംഗോ ജ്യൂസ്. ബിസ്ക്കറ്റ് ഇതിൽ പെടും. ഹൽവയാത്സ് അല്ലേ. പിന്നെ ബേക്കറിയിൽ പെടും. പിന്നെ സൈത്തുൻ റജീൽ എന്താ പറയുക എണ്ണ ബക്കാലാത്തിൽ പെടും. മൗസ് പഴം. സമക്ക് ടൂണ ഫിഷ്. ബോൾ ഐസ്ക്രീം അത് ഇതിൽ പെടും. നമ്മുടെ ഇതിൽ കൂട്ടാം നമുക്ക് അൽബാൻ വൽ ഖുബ്സ് അതിൽ കൂട്ടാം അല്ലേ. മഷ്റൂബാത്തിലും കൂട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തിരിച്ചെഴുതാൻ വേണ്ടി ഈ വാക്കുകൾ ഇതിലേക്ക് തിരിച്ചെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് എളുപ്പമാണ് ചെയ്യുക. ഇനി അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനം നുക്മുൽ ഫിക്ർ ബിസ്തിമാൽ ജാറുൽ മുനാസിബ്. ഇവിടെ കുറേ ജാറുണ്ട്. ജാർ എന്ന് വെച്ചാൽ എന്താ ജിസ്മ് ജാറു മജ്റൂറില്ലേ ഹർഫു ജർ. ഇവിടെ കൈരള ഫീൽ അല മുകളിൽ ബി കൊണ്ട് മിൻ ഇൽ നിന്ന് ഇലാലേക്ക് ലീ വേണ്ടി. കൈരള വിലായ ജമീല കേരള മനോഹരമായ ഒരു സംസ്ഥാനമാണ്. എവിടെയുള്ളത് ഫി ജനൂബിൽ ഹിന്ദ് എന്ന് വരും അല്ലേ. തുറഫു ബി അറിയപ്പെടുന്നു ബി ഇസ്മി അർലിൽ ഇലാഹ് ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്നു. തൻതഷിറു എന്താണ് വ്യാപകമാണ് എന്ത് അല അർലിഹ അതിൻ്റെ ഭൂമിയിൽ. അഷ്ജാർ ജൗസിൽ ഹിന്ദ് തെങ്ങ് കസീറ ധാരാളം. പിന്നെ തൂജദു ഫീഹ എന്ന് വരിക. തൂജദു ഫീഹ ഷവാത്തി ഉറായിയ അവിടെ ധാരാളം മനോഹരമായ തീരങ്ങളുണ്ട്. യദ്ഹബു സയ്യാഹൂന ഇല കേരള കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ പോകുന്നു. മിൻ ജമീൻ എന്ന് വരും ഇവിടെ. മിൻ ജമീ അൻഹായില ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും. ലി തമത്തുഇ ലീ എന്ന് വരും ഇവിടെ.
ആസ്വദിക്കാൻ വേണ്ടി ഈ രാശി ഇല്ല കേട്ടോ. ലി തമത്തുഇ ജമാലി ത്വബിയ, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വരുന്നു. ഓക്കെ, അതാണ് അതിൽ ചെയ്യേണ്ടത്. ഇനി ആറാമത്തെ കതബ അമീൻ മുഫക്കിറത്തൻ ഫി യൗമി ഈദുൽ ഫിത്ർ ഹയ്യ നുസായിദുഹു. ഇവിടെ നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ടതാണ്. ഈദുൽ ഫിത്തറിൻ്റെ അന്ന് അമീൻ ഒരു ഡയറി കുറിപ്പ് എഴുതി, അത് പൂർത്തിയാക്കാനാണ്. ഇസ്തൈക്കത്തുൽ യൗമ മിനൻ നൗമി മുബക്കിർ, എന്ന് ഞാൻ നേരത്തെ എണീച്ചു, മാൽ ഫറഹ് വസ്സറൂർ, സന്തോഷത്തോടെ. അൽ യൗം ഇന്നെന്താണ്? ഈദുൽ ഫിത്തർ, ഈ വാക്ക് അവിടെ വരും അല്ലേ. ലബിസ്തു ഞാൻ ധരിച്ചു, എന്ത് ധരിച്ചു? ഡ്രസ്സിന് നമ്മളെന്ത് പറയും? ഖമീസ് എന്ന് പറയും, ഇല്ലെങ്കിൽ ലിബാസൻ, എന്ത് വരും? ലിബാസൻ ജദീദൻ. പിന്നെയോ വ ഡാഷ് മഅബി, വാപ്പയോടൊപ്പം പിതാവിനോടൊപ്പം ഞാൻ പോയി എന്നല്ല പറയുന്നത്. വദഹബ്തു എന്ന് വരും. വദഹബ്തു മഅബി വാഖി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പോയി. പിന്നെ സുർത്തു ഞാൻ കണ്ടു, സുർത്തു ഞാൻ സന്ദർശിച്ചു. ആരെ? സുർത്തു വീട് എന്നല്ലേ. സുർത്തു ബുയൂത്ത അസ്തിഖ, എൻ്റെ കൂട്ടുകാരുടെ വീട് ഞാൻ സന്ദർശിച്ചു അല്ലേ. ബുയൂത്ത് എന്ന് വരും. വലഅബ്തു മഹും, ഞാൻ അവരോടൊപ്പം കളിച്ചു. തനാവൽത്തു ഞാൻ തിന്നു, എന്ത്? ഭക്ഷണം അല്ലേ. അപ്പോൾ നമുക്ക് ത്വാമൻ ഫാഖിറൻ മാ ഉസ്റത്തി എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ അത് പൂർത്തിയാക്കാം. അടുത്തത് ഏഴാമത്തെ ഒരു പ്രവർത്തനം. ഇവിടെ കുറേ പദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പദ്യത്തിന് അനുയോജ്യമായ കുറേ സെൻറ്റൻസുകളുണ്ട്. ഈ പദ്യങ്ങൾ ഇവിടെ എടുത്ത് എഴുതാനാണ് വേണ്ടിയിട്ട്. അപ്പം എന്ത് പറയാം? ഇവിടെ ഇഷ്തറൂബിൽ മാലി ഹംദൻ വത്തുലുബു ഫിന്നാസി മജിദ, നമ്മൾ പഠിച്ച പദ്യമാണ് അല്ലേ. പൈസ കൊണ്ട് പ്രതാപം വാങ്ങുക, ജനങ്ങളിൽ അഭിമാനം നേടുക, ദുനിയാവ് ഒരു ഭംഗിയുള്ളതാണ്. ലില്ലതി ആഴ്ത്ത അവസ്ഥ നൽകുന്നവന്. വർഗബു ഫിൽ ഖൈറി ഇന്ന, നന്മ പരീക്ഷിക്കുക. കത് വജദനൽ ഖൈറ അജിദ, നന്മയാണ് ഏറ്റവും മികച്ചത്. വസ്നഉൽ മഅറൂഫ തുജ്സൗ, നന്മ ചെയ്യുക, നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഇന്ദ റബ്ബിൻ നാസി ഖുൽദ, ദൈവത്തിൻ്റെ അടുക്കല്ലേ സ്ഥിരമായി. ലൈസ ഖൈറുൽ നാസി ഐഷ, നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്, നല്ല മനുഷ്യൻ മൈ യുഅദ്ദുൽ മാല അദ്ദ, എപ്പോഴും പൈസ വേണ്ടിക്കൊണ്ടിരിക്കുന്നവനല്ല. അൻഫിഖൂലില്ലാഹി മാല, പൈസ ചെലവഴിക്കുക. യുജിസിക്കും ഇസ്സം വസായത, നിങ്ങൾക്ക് ഇസ്സത്തും അഭിമാനമൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? 3 കൊടുത്തിട്ടുള്ളൂ. കുറേ 5 6 ചോദിക്കും. 3 ഒരു മോഡലായിട്ട് കൊടുത്തിരിക്കുകയാണ്. നത്ലുബുൽ ഹംദ വൽ മജ്ദ ബി ഇൻഫാഖുൽ മാൽ ഫിൽ ഖൈറാത്ത്, നന്മയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ഹംദും മജിദും കിട്ടും. ഏതാണ് ഇതില്ലേ? ഇസ്തറൂബിൽ മാലി ഹംദ വത്ലുബിൻ നാസ് ഫി മജിദ. ഇന്നമൻ യഹ്തഫുൽ മാല ബില ഇൻഫാഖിൻ ലൈസ ലഹു മിൻ ഖിയാറി നാസ്, പൈസ ഒഴിച്ചു വയ്ക്കുന്നവൻ നല്ല സ്വഭാവമുള്ളവനല്ല. ഏത് വരിയ വരിക? ഈ വരിക അല്ലേ. അടുത്ത യുജിസില്ലാഹു ലനാ ബിസ്സആദതി വൽ ഇസ്സ, അള്ളാഹു നമുക്ക് സന്തോഷവും ഇസ്സത്തും നൽകിയിട്ടുണ്ട്. ഇതാ അൻഫഖനൽ മാല ഫീ സബീലില്ല, ദൈവമാർഗത്തിൽ നമ്മൾ പൈസ ചെലവഴിച്ചാൽ. ഏതാ വരിക? അൻഫിഖൂ ലില്ലാഹി മാല യുജിസിക്കും ഇസ്സം വസഅദ. ഓക്കെ, ഇത്രയാണ് ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാർ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ചാനലിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയൊക്കെ വരും. മക്കൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറാകാൻ വേണ്ടി 6ാം ക്ലാസ്സിൻ്റെ എല്ലാ പാഠഭാഗങ്ങളും ഈ ചാനലിൽ തന്നെ 6th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്, പോയി പഠിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.